നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കിയില്ലെങ്കിൽ അള്ളാന്റെ കോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ വിധിക്കെതിരെ പ്രവർത്തിച്ചതിന് കിട്ടുന്ന ശിക്ഷയാ അള്ളാന്റെ വിധിക്കെതിരെ പ്രവർത്തിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷ നമുക്കറിയുമല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു നാട്ടിലെ കോടതിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് വന്നു പോയാൽ, കോടതിയലക്ഷ്യ കേസ് വന്നു പോയാൽ നമുക്കറിയാമല്ലോ, പ്രിയപ്പെട്ടവരെ പിടിച്ചാ നിൽക്കില്ല. എന്നാൽ പടച്ചതമ്പുരാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ വിധിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ വെറുതെ വിടുമെന്നാരും പ്രതീക്ഷിക്കണ്ട. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉമ്മയെ സംബന്ധിച്ച് സാധാരണ നമ്മൾ കേട്ട് കേൾവിയുള്ള കഥകളൊക്കെ മാറ്റിവെച്ചിട്ട് സാധാരണ കൂടുതൽ കേൾക്കാറും നമ്മൾ പറയാറുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഉമ്മയെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി വാപ്പ അതോടൊപ്പം ബന്ധപ്പെട്ടതാണ്. വാപ്പയെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു മാതാപിതാ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ട്. മാതാപിതാവ്, മാതാപിതാക്കൾ. ആദ്യം പറഞ്ഞതാരെയാ? മാതാവിനെയാണ്. സ്ത്രീ പുരുഷന്മാർ. ആദ്യം പറഞ്ഞാരാ? സ്ത്രീയാണ്. സ്ത്രീയാണ് ആദ്യം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഉമ്മയെ പറ്റി മാത്രം പറയും. പരിസരത്ത് എവിടെയെങ്കിലും വരുമ്പോ വാപ്പയെ പറ്റി പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാപ്പയെ പറ്റി പറയാത്തത് വാപ്പ മോശക്കാരനായത് കൊണ്ടല്ല. ഞാൻ വാപ്പയാണ് എന്ന് തെളിയിക്കാൻ ഇപ്പൊ പുതിയ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ടെസ്റ്റിന്റെയും ആവശ്യമില്ലാതെ ഉമ്മയെ മറക്കാതിരിക്കാൻ അള്ളാഹു നമ്മുടെ വയറ്റിൽ തന്ന ഒരു സ്ക്രാച്ച് ഉണ്ട്, ഒരു ചെറിയ അടയാളമുണ്ട്. വാപ്പാക്കതില്ല. വാപ്പ ആണ് എന്ന് പരിശോധിക്കാൻ ഇപ്പൊ DNA ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പലതുമുണ്ട്. പക്ഷെ ഒരിക്കലും തന്റെ ഉമ്മയെ മാറ്റിവെക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. കാരണം ആ ഉമ്മയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വയറ്റിലെ ഒരു ചെറിയ അടയാളമുണ്ട്. അതിന് പറയുന്നത് പൊക്കിൾക്കൊടി എന്നാണ്. ഉമ്മയെ ചവിട്ടാൻ വേണ്ടി നിന്റെ കാല് ഉയർത്തുമ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ശസ്ത്രക്രിയയിലൂടെ, പ്ലാസ്റ്റിക് സർജറിയിലൂടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ വയറിന്റെ ഭാഗത്ത് അല്ലാഹു ഉമ്മയെ ഓർക്കാൻ വേണ്ടി തന്ന ഒരു ചെറിയ അടയാളം, അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കരുത്. അത് അല്ലാഹു മറക്കാതിരിക്കാൻ വേണ്ടി ബാക്കി എല്ലാം അല്ലാഹു തആല നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ മാറ്റിയിട്ട് ആ ഒരു അടയാളം ഗർഭാശയത്തിലെ ബന്ധം മാറാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആരെങ്കിലും അത് ശസ്ത്രക്രിയയിലൂടെ മാറ്റി വെച്ചിട്ടുണ്ടോ? എന്നാ ഹോളം അടച്ചു കളയാതും പറഞ്ഞ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം അത് ഉമ്മയെ മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു മരിക്കുന്നവരെ നമുക്ക് തന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി പറയാം. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ആ 3 ആയത്തുകളിൽ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞ 3 ആയത്തുകളാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഈ 2 കാര്യങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ. പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ. ഒരു നാണയം നമ്മുടെ കയ്യിലുണ്ട്, അതില് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, മറ്റേ ഭാഗം കാണുന്നില്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ എടുക്കുവോ? ഇല്ല. AB എടുക്കുവോ? ഇല്ല. 2 പുറവും അതിന്റെ ആ എഴുത്തുണ്ടാവണം, അപ്പുറത്ത് ചക്രം ഉണ്ടാവണം. ഇതുണ്ടെങ്കിലേ ആ നോട്ട് അല്ലെങ്കിൽ ആ ഒരു ചക്രം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയൂ എന്ന് പറയുന്നത് പോലെ 2 കാര്യങ്ങൾ അള്ളാഹു ചേർത്ത് പറഞ്ഞു. അത് പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ ഒന്നുള്ളൂ. ഏതാ 3 ആയത്തുകൾ എന്നറിയോ? അതിൽ ഒന്ന് നമ്മുടെ വിഷയം. ഒന്ന് അള്ളാഹ് പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാനെയും വഴിപ്പെടണം, റസൂലിനെയും വഴിപ്പെടണം. നമ്മൾ ചില ആളുകൾ പറയാണ് റസൂലൊക്കെ അവിടെ കിടക്കട്ടെ, അത് മക്കയിലെ ഒരു മുഹമ്മദ് അല്ലെങ്കിൽ മദീനയിലെ ഒരു അല്ലമീൻ അവിടെ നിൽക്കട്ടെ, ഞാൻ അള്ളാഹ് പറയുന്ന മാത്രം കേൾക്കുമെന്ന് പറഞ്ഞാൽ നീ മുസ്ലിം അല്ല. അള്ളാഹ് ഉണ്ടെങ്കിലേ റസൂലുള്ളൂ, റസൂൽ ഉണ്ടെങ്കിലേ അള്ളാഹ് ഉള്ളൂ. രണ്ടാമത്തെ ആയത്ത് അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സക്കാ. നിസ്കരിക്കുകയും വേണം, സക്കാത്തും കൊടുക്കണം. ചില ആളുകൾ പറയും ഞാൻ പൈസ ചെലവാക്കൂല, നിസ്കരിക്കാം. വേണ്ട, അതിന്റെ നിസ്കാരം അല്ലാഹ്. ചില ആളുകൾ പറയും നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, പണം എത്ര വേണോ ഞാൻ കൊടുക്കാം. പറ്റില്ല. ഇത് 2 വേണം, പൂരകങ്ങളാണ്. 3-ാമത്തെ ആയത്ത് അനിഷ്കുർലി വലിവാലിദൈ
അല്ലാഹു പറയുകയാണ് അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണേ മനുഷ്യ. കാസർഗോഡ് ജില്ലയിലെ ഗോവിക്കാനത്തുള്ള നിങ്ങളോടാണ് അല്ലാഹുവിന്റെ സംസാരം. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണേ, എനിക്ക് നന്ദിയുള്ളവരാകണേ, എനിക്ക് നിങ്ങൾ ശുക്റുള്ളവരാകണേ. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകണേ. ഉമ്മയ വാപ്പയ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തളച്ചിട്ട് ഗോവിക്കാനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ എഴുത്തിക്കാതിരിക്കുന്ന ബുദ്ധിശൂന്യനായ മനുഷ്യ, എഴുന്നേക്കടാ പള്ളിയിൽ നിന്ന്. നിന്റെ ഇത്തിക്കാഫ് അല്ലാഹു വേണ്ടടാ, നിന്റെ നോമ്പ് അല്ലാഹു വേണ്ടടാ, നിന്റെ നിസ്കാരം അല്ലാഹു വേണ്ടടാ. ഉമ്മയെ ആട്ടിയിറക്കിയിട്ട് വാപ്പയെ തല്ലി ചതച്ചിട്ട് ഏത് പള്ളിയിലല്ല, ഗോവിക്കാനത്തല്ല, മസ്ജിദുൽ ഹറാമിൽ പോയാലും മസ്ജിദുൻ നബവിയിൽ പോയാലും ബൈത്തുൽ മുഖദ്ദസിൽ പോയാലും നിന്റെ ഇബാദത്തുകൾ അല്ലാഹു വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? അല്ല പറയുകയാണ്, എനിക്ക് നന്ദി രേഖപ്പെടുത്തണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തണം. എനിക്ക് മാത്രം നീ നന്ദി രേഖപ്പെടുത്തിയിട്ട് നിന്റെ മാതാപിതാക്കളെ തള്ളിയിട്ട് എനിക്ക് നിന്റെ നന്ദി വേണ്ട. അള്ളാന്റെ വാക്കാണിത്, എന്റെ വാക്കല്ല. ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മയെയും ബാപ്പയെയും നല്ല നിലയിൽ നോക്കുന്നതിന്, നല്ല രീതിയിൽ ഉമ്മയും വാപ്പയും നോക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, സാധാരണ പറയുന്ന വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മയെ പറ്റി അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോളി, ഖുർആൻ മാത്രം ഇന്ന് നമുക്ക് സംസാരിക്കാം. ഖുർആൻ മാത്രം. ഉമ്മയെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഉമ്മയെ വഴിപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ, അപ്പൊ ഇത് കേൾക്കുമ്പോ പ്രായമുള്ള ഉപ്പാപ്പമാര് ചിന്തിക്കുക, അല്ലാ എന്തൊരു ഗതികേടാണ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചെന്നിട്ട് എടുത്തൊരു മുത്തം കൊടുക്കാമായിരുന്നു, ഒന്ന് താലോലിക്കാമായിരുന്നു, ഒന്ന് സ്നേഹിക്കാമായിരുന്നു. വിഷമിക്കണ്ട, ഞാൻ പ്രസംഗം നിർത്തുന്ന സമയത്ത് ഞാൻ മറന്നുപോയില്ലെങ്കിൽ ഞാനത് പറയും. മറന്നുപോയെങ്കിൽ നിങ്ങളൊന്ന് ഉണർത്തിയാൽ മതി. വാപ്പയും ഉമ്മയും മരിച്ചുപോയ മക്കൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവസാനം പറയാം ഇൻഷാ അല്ലാഹ്. എന്തായാലും പിരിവല്ല, നിങ്ങൾ പേടിക്കേണ്ട. പിരിവിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പല്ല, അത് നിങ്ങൾ പേടിക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. എന്താണ്? ഉമ്മയെ നമ്മൾ സ്നേഹിച്ചാൽ, ഉമ്മയെ നമ്മൾ ബഹുമാനിച്ചാൽ, ഉമ്മയെ വഴിപ്പെട്ടാൽ, ഉമ്മ എന്ത് പറയുന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അറിയുമല്ലോ പ്രിയപ്പെട്ട ഉമ്മയാരാ? മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. പ്രിയപ്പെട്ടവരെ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമ്മയാ, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയാ, ഒരുപാട് പ്രയാസപ്പെട്ട് വളർത്തിയ പൊന്നുമോനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ ഒരു പിതാവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിന് ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജന്മം നൽകുകയാ. ഇത് ലോകത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളും മനസ്സിലാക്കുന്നല്ലോ. പക്ഷേ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം ഞാൻ ഉണർത്തുകയാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ വിശുദ്ധിയുള്ളവരാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത്, ലോകത്തോട് വിളിച്ചു പറയുന്നത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരല്ല, ക്രൈസ്തവ സഭകളല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറക്കെ വിളിച്ചു പറയുന്നതാരെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പ്രസ്ഥാനങ്ങളാ, ലോകത്തുള്ള മുസ്ലിമീങ്ങളാ. എന്റെ ബോധിക്കാനത്തിന് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരെ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകൻ അന്ത്യപ്രവാചകനായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലേ? ശേഷം ഒരു അഹ്മദ് എന്ന പ്രവാചകന് വരുന്നെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവിയെ ജൂതന്മാര് പറയുന്നത് എന്തെന്നറിയോ? ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് വിളിച്ചു പറയുന്നത് അവര് വ്യഭിചാരിണിയെന്നാണ്, അവര് വേശ്യാവൃത്തി നടത്തിയവരെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം ജാരസന്തതി എന്ന ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് വിളിച്ചു പറയുന്നത്
പക്ഷേ ഇന്നും എന്റെ പ്രിയപ്പെട്ടവര്, അമേരിക്കനെ പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാര് ഇസ്രയേല് പ്രതിനിധാനം ചെയ്യുന്ന ജൂദായിസത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുമ്പോ നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഇസ്രയേല് നിങ്ങളുടെ പ്രിയപ്പെട്ട ഈസാ നബി എന്ന ശ്രീ യേശുവിനെ പറയുന്നത് ജാരസന്തതി എന്ന. പക്ഷേ നിങ്ങൾ കൊന്നൊടുക്കുന്ന ഫലസ്തീനികളുണ്ടല്ലോ, ആ ഫലസ്തീനികൾ നിങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ അവർ ഉറക്കെ പറയുന്നത് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ സംരക്ഷണം ഈസാ നബിക്ക് ഉണ്ടാകട്ടെ എന്ന. ലോകത്ത് മറിയം ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര ശുദ്ധിയെ ലോകത്ത് പരിചയപ്പെടുത്തിയത് സൂറത്ത് മറിയമിലൂടെയാണ്. ആ മറിയം സൂറത്ത് എന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മാറ്റിവെച്ചിരിക്കുകയാ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അധ്യായത്തില് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് മാതാവിനോടുള്ള സ്നേഹത്തിന്റെയും മാതാവിനോടുള്ള താല്പര്യത്തിന്റെയും പേര്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന വലിയ ഒരു മാറ്റമതാ. എന്നെ കേൾക്കുന്ന എന്റെ ഭോവികാലത്തുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വസ്തുനിഷ്ഠമായി അർത്ഥഗർഭമായി ആശയസമ്പന്നമായ ഖുർആനിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് എന്തെന്നറിയോ? വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. പൊന്നുമക്കളെ, യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായി മാറിയാൽ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വമായി മാറിയാൽ, ആ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വതുമായി മാറിയാൽ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഗുണമെന്തെന്നറിയോ? ഈ ഭൂമി ലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതെന്തെന്നറിയോ? അല്ല തന്നെ പറയുകയാണ്. ഈസാ നബിയുടെ വാക്കെടുത്ത് അല്ലാഹു ഉദ്ധരിക്കുകയാ. വബർറം ബിവാലിദതി, എന്റെ പ്രിയപ്പെട്ട മറിയമെന്ന പൊന്നുമ്മയെ ഞാൻ ഗുണം ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ സേവനം ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ ഖിദ്മ ചെയ്തപ്പോൾ, എന്റെ ഉമ്മാക്ക് ഞാൻ പരിശ്രമിച്ചപ്പോൾ, എന്റെ ഉമ്മായെ ഞാൻ ജീവനതുല്യ സ്നേഹിച്ചപ്പോൾ അല്ലാഹു എനിക്ക് തന്നതെന്തെന്നറിയോ? വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഒരു സ്ഥലത്തും എന്നെ അല്ലാഹു പരാജയപ്പെടുത്തിയില്ല, ഒരു സ്ഥലത്തും എന്നെ അല്ലാഹു പരാജയപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് വീടുകളിലെ രോഗികളായി കഴിയുന്ന മക്കളെ, നെഞ്ചു പൊട്ടിയിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് കൊതിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനകത്ത് 100,000 ആഗ്രഹങ്ങൾ വന്നുകൂടട്ടെ. ആ ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ഉമ്മാക്ക് ഖിദ്മ ചെയ്തു കൊടുക്കാ, ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുക്കാ. ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാവാ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിന്റെ തലേ ദിവസത്തെ ഈ അനുഗ്രഹീതമായ രാവിലെ നമ്മളൊരു തീരുമാനമെടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നമ്മൾ സേവനം ചെയ്താൽ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തൂല, ഒരു സ്ഥലത്തും നമ്മളെ അല്ലാഹു നശിപ്പിക്കൂല, ഒരു സ്ഥലത്തും നമ്മുടെ തല താഴ്ന്നു പോകൂല, ഒരു സ്ഥലത്തും നമ്മൾ നന്യരായി പോകൂല. നിങ്ങൾക്കറിയോ, എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. മദീനത്തു നബവിയുടെ മിമ്പറിൽ നിൽക്കുകയാണ് ആരാ? വില്ലാളി വീരനായ വിജിഗീഷുവായ ധീരനും ശൂരനുമായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഖുത്ബ പ്രഭാഷണത്തിന്റെ മധ്യേ പ്രസംഗം അങ്ങ് നിർത്തുകയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉമർ തങ്ങളുടെ പ്രസംഗം എന്താ പെട്ടെന്ന് നിർത്തിയത്? അള്ളാന്റെ വിശുദ്ധമായ മദീന എന്ന് പ്രകാശിക്കുന്ന ആ പട്ടണത്തിന്റെ മിമ്പറിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം നിർത്തിയിട്ട് പരസ്പര വിരുദ്ധമായ എന്തോ കാര്യം പറയുകയാ. ആളുകൾ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു. എന്തായി പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? യാ സാരിയാ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, യാ സാരിയാ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ.
സാരിയത്തെ പർവ്വതത്തേക്കൊന്ന് നോക്കുമോനെ, പർവ്വതത്തിന്റെ പിന്നിലേക്ക് നീ ഒന്ന് നോക്കടാ. ഇത് പ്രസംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്കാ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന സഹാബാക്കൾ അത്ഭുതപരതന്ത്രരായി. അവരെന്താണ് ഈ പറയുന്നത് അറിയാതെ വിഷമിക്കുകയാ. കുറെ സമയം കഴിഞ്ഞിട്ട് ആർക്കും ധൈര്യം വന്നില്ല. എന്താണ് മഹാനായ ഉമർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. സഹോദരങ്ങളെ, സാരിയ എന്ന് പറയുന്നത് ഒരു സഹാബിയ. അദ്ദേഹം അങ്ങ് നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് വിളിച്ചിട്ട് പർവ്വതത്തിന്റെ പിന്നിലേക്കൊന്ന് നോക്കണേ എന്ന് പറയുമ്പോ എന്തായി പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് സാരിയ റളിയല്ലാഹു അൻഹ നഹാവന്ത് കീഴടക്കിയിട്ട് തിരികെ വരികയാ. അവിടുന്ന് സൈന്യവുമായിട്ട് മടങ്ങി മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് പോയ യാത്രയെ പറ്റിയിട്ട് വിശദീകരിക്കുകയാ. സഹാബാക്കൾ ഇങ്ങനെ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയാ. സാരിയത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് പോകുമ്പോൾ എന്റെ അശ്രദ്ധയില് ഞാൻ ശത്രുക്കൾ എവിടെയാ ഉള്ളതെന്ന് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ അതാ അന്തരീക്ഷത്തിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാ. യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ, സാരിയത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്കൊന്ന് നോക്കുമോനെ. ഉമർ തങ്ങളുടെ വാക്കാണ് ഞാൻ കേട്ടത്. ഉടനെ ഞാൻ പർവ്വതത്തിന്റെ പിന്നിലേക്ക് നോക്കുമ്പോ ഇതാ വാളേന്തിയിട്ട് ശത്രുക്കൾ വരികയാ. ഞാൻ അവരെ തുരത്തി വിട്ടു, ഞാൻ അവരോട് പോരാടി നിന്നു, ഞാൻ അവരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് വിജയശ്രീലാളിതരായി മടങ്ങി വന്നെന്ന് പറഞ്ഞപ്പോഴാ അന്ന് മദീനത്തുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദം കേട്ടവർക്ക് തിരിഞ്ഞത്. അന്ന് ഖുതുബയിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണല്ലോ. സഹോദരങ്ങളെ, ചരിത്രം വിശാലമാണ്. ഇതെന്തുകൊണ്ടാണ് സാരിയത്തിന് ഈ അത്ഭുതകരമായ രക്ഷ കിട്ടിയതെന്നറിയോ? ഈ സാരിയത്ത് എന്തുകൊണ്ടാ മദീനയിൽ നിൽക്കുന്ന ഉമർ തങ്ങളുടെ വാക്ക് അങ്ങനെ ഹാവന്തിൽ നിന്നുകൊണ്ട് കേട്ടതെന്നറിയോ? ഈ ചരിത്രം പറയുന്നിടത്ത് കാണാ ബിബി ഉമ്മിഹി. സാരിയ റളിയല്ലാഹു അൻഹുവിന് ഉമ്മയോട് കാണിച്ച സ്നേഹത്തിനല്ല കൊടുത്ത സമ്മാനമാ. പ്രിയപ്പെട്ട ഉമ്മയോട് കാണിച്ച ഇഷ്ടമുണ്ടല്ലോ, ആ ഉമ്മയോട് കാണിച്ച ഖിദ്മത്തിന്റെ ദിവസങ്ങളുണ്ടല്ലോ, അതിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. ആ നഹാവന്തിൽ നിന്നുകൊണ്ട് മദീനയിൽ നിന്ന് ഉമർ തങ്ങളുടെ വാക്ക് കേട്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഈസാ നബി പറഞ്ഞത്, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഞാൻ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകൂല. ഒരു സ്ഥലത്തും ഞാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്റെ ഉമ്മയെ ഞാൻ ഖിദ്മത്ത് ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ സേവനം ചെയ്താൽ ഒരു സ്ഥലത്തും ഞാൻ പരാജയപ്പെട്ടു പോകൂല. സാമ്പത്തികമായി നഷ്ടം വരുന്നത് എന്തുകൊണ്ടാ? എവിടെ പോയാലും ഗുണം പിടിക്കാത്തത് എന്തുകൊണ്ടാ? എത്ര വലിയ മിടുക്ക് കാണിച്ചിട്ടും നീ താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാ? അതിനൊറ്റ പരിഹാരമേ ഉള്ളു മോനെ. നീ വേദനിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെടുക്കൽ ചെന്നിട്ട് കാൽക്കൽ വീട്. അള്ളാന്റെ സ്വർഗം നീ പള്ളിയുടെ മെമ്പറിൽ കാണൂല. അള്ളാന്റെ സ്വർഗം പള്ളിയുടെ മെഹ്റാബിനകത്ത് കാണൂല. ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഇടയിൽ കാണൂല. നിനക്കല്ല തരുന്ന സ്വർഗം കാണണോ? വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ കാൽ ചുവട്ടിൽ നീ നോക്കടാ, നിനക്കവിടെ സ്വർഗം കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തില്ല. ഉമ്മയെ സേവിച്ചാൽ, ഉമ്മയോട് സ്നേഹം കാണിച്ചാൽ. ഇന്നത്തെ അവസ്ഥയൊക്കെ നമുക്കറിയുമല്ലോ, കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, കാസർഗോഡ് ജില്ലയില് നമുക്കറിയുന്നത് പോലെ ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച, നവമാധ്യമങ്ങളിൽ വളരെ വെണ്ടയ്ക്ക് നിരത്തി എഴുതപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായല്ലോ. കാസർഗോഡ് ടൗണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഉമ്മയെ ഖിദ്മത്ത് ചെയ്യുന്ന, ഉമ്മയെ സേവിക്കുന്ന ഒരു മനുഷ്യന്, മകന് അള്ള കൊടുക്കുന്നത് ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകില്ല എന്ന് മാത്രമല്ല, ഒരു പാപവും നീ ചെയ്യേണ്ടി വരൂല. അതാണ് രണ്ടാമത്തെ. നീ എന്തുകൊണ്ട് കള്ളു കുടിക്കുന്നു? നിന്റെ ഉമ്മയുടെ ഏതോ ഒരു പൊരുത്തക്കേട് നിന്റെ ജീവിതത്തിലുണ്ട്.
മക്കൾ നന്നാകാൻ ഉമ്മയോളം ഒരു ദുആയും പള്ളിയിലെ ഉസ്താദ് ചെയ്താലും ഇനി ആര് ചെയ്താലും തന്റെ പെറ്റുമ്മ ദുആരക്കുന്നതോളം ഒരു മക്കൾക്കും വേറെ കിട്ടാനില്ല. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്റെ വാക്കല്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രവാചകനെ പരിചയപ്പെടുത്തി. ആരാന്നറിയോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, വബർറം ബിവാലിദൈ. യഹ്യാ നബി അലൈഹിസ്സലാം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നവരാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? വലം യകുന ജബ്ബാറൻ അസിയാ. അതേ മറിയം സൂറത്തിൽ കാണാം, വലം യകുന ജബ്ബാറൻ അസിയാ. യഹ്യാ നബി അലൈഹിസ്സലാം ഒരു പാപിയെ ആയിട്ടില്ല, ഒരു പാപം ചെയ്യുന്നവനായിട്ടില്ല, ധിക്കാരം പ്രവർത്തിക്കുന്നവനായിട്ടില്ല, ദൈവധിക്കാരിയായി മാറിയിട്ടില്ല. പാപങ്ങളൊന്നും യഹ്യാ നബി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ക്വാളിറ്റി അല്ല പറഞ്ഞത് വബർറം ബിവാലിദൈ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തത് കൊണ്ടാണത്രേ. ഒരിക്കൽ അത്വാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരികയാ. ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിനെതിരെ നമ്മൾ നീന്തേണ്ടവരാണ്. എന്തുകൊണ്ടെന്നറിയോ? കാലം ഇങ്ങനെ ഒഴുകുന്നതനുസരിച്ച് നമ്മൾ ഒഴുകാ പാടില്ല. നമ്മൾ പറയും നാടോടും പോലെ നമ്മളും ഓടണമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കതിൽ ആത്മാവില്ലാത്തത് കൊണ്ടാ, നട്ടല് നഷ്ടപ്പെട്ടതിന്റെ പേരിലാ, ജീവൻ നഷ്ടപ്പെട്ടതിന്റെ പേരിലാ. കണ്ടിട്ടില്ലേ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ എത്രയോ ടൺ ഭാരമുള്ള ആനകൾ പോലും ചത്തിട്ടിങ്ങനെ കൂടെ ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ? എത്ര ടൺ ഭാരമാണ് ആനയ്ക്കുള്ളത്? ആ ആന മലവെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ, അതല്ലെങ്കിൽ കളകളാരവും മുഴക്കുന്ന അരുവികളിലൂടെ, അതാ ഒരു അരഗ്രാം പോലും ഇല്ലാത്ത പരൽ മത്സ്യങ്ങൾ തിരികെ നീന്തുന്നത് കണ്ടിട്ടുണ്ടോ? വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ നീന്തി പോകുന്നത് കണ്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ്? ആ ടൺ കണക്കിന് ഭാരമുള്ള ആന ഒഴുകി വരുന്നത്, വെള്ളത്തോടൊപ്പം ഒഴുകി വരുന്നത്, ആ ആനയ്ക്ക് ജീവനില്ലാത്തതിന്റെ പേരിലാ. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുന്ന അരഗ്രാം പോലും ഇല്ലാത്ത മത്സ്യമുണ്ടല്ലോ, പരൽ മത്സ്യം, അതിന് ജീവനുള്ളത് കൊണ്ടാ. അതുകൊണ്ട് കാലഘട്ടം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോകേണ്ടവനല്ല മുസ്ലിം, അതുപോലെ പോകേണ്ടവനല്ല ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്നവന്. പഠിച്ചു വെച്ചോ, ഈ ചരിത്രം നിങ്ങൾ വ്യക്തമായി കേട്ടോ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം മാതാവിന് ഗുണം ചെയ്തതിന്റെ പേരിൽ, പിതാവിന് ഗുണം ചെയ്തതിന്റെ പേരിൽ അല്ലാഹു പറയുന്നു, വലം യകുന ജബ്ബാറൻ അസിയാ. ഒരു പാപവുമായി യഹ്യാ നബി ചെയ്തില്ലത്രേ. അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാ. ഈ ചരിത്രം കാസർഗോഡ് ജില്ലക്കാർ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വല്ലാത്ത മോഹം വന്നു. അങ്ങനെ ഞാൻ അവളുടെ അടുക്കൽ ചെന്നിട്ട് വിവാഹാലോചന നടത്തുകയാ. അവള് പറഞ്ഞു, പറ്റൂല, എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ വളരെ സങ്കടത്തോടെ തിരികെ വന്നു. ഞാൻ കരുതിയത് അവൾക്കിപ്പോൾ വിവാഹത്തിന് തയ്യാറല്ല എന്നാണ്. പക്ഷേ ഞാൻ പോയതിനു ശേഷം മറ്റൊരു ചെറുപ്പക്കാരൻ വന്ന് ആലോചന നടത്തി. അവൾ അനുവദിച്ചു, അവൻ അവളെ കല്യാണം കഴിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇബ്നു അബ്ബാസ് തങ്ങളെ. ഞാൻ ഒരുപാട് മോഹിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് കിട്ടിയില്ല. അവള് മറ്റൊരുത്തനെ കല്യാണം കഴിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ ഞാൻ ചെയ്തതെന്നറിയോ? ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ആ പെൺകുട്ടിയെ ഞാൻ അങ്ങ് കൊന്നു ഇബ്നു അബ്ബാസ് തങ്ങളെ.
പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ പെൺകുട്ടിയുടെ മുഖത്താസിട്ടൊഴിച്ചതല്ലേ സാക്ഷര കേരളം. അതുപോലെ തന്നെ എത്രയോ പെൺകുട്ടികളെയാ ക്യാമ്പസിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് അവരുടെ അടിവയറിലേക്ക് കത്തികുത്തി കയറ്റിയിട്ട് കൊന്നുകളഞ്ഞത് എന്തിന്റെ പേരിലാണ്? പ്രേമനൈരാശ്യത്തിന്റെ പേരിലാ, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാ. ഇവിടെയും അത് തന്നെയാ സംഭവിച്ചത്. ഇബ്നു അബ്ബാസ് തങ്ങളെന്ന സഹാബിയുടെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറയുകയാണ്, ആ പെണ്ണിനെ ഞാൻ അങ്ങ് കൊന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കോടതിയിൽ ഞാൻ പോകണമല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങളെ ഹല്ലി തൗബ, എനിക്ക് പശ്ചാത്താപം കിട്ടുമോ? ഒരു പെണ്ണിനെ സ്നേഹത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ എനിക്ക് മാറണമെന്ന ചിന്തയുണ്ട്, എനിക്ക് അള്ളാഹു മാപ്പ് തരുവോ ഇബ്നു അബ്ബാസ് തങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇബ്നു അബ്ബാസ് തങ്ങടുക്കൽ വരുന്നത് അപ്പാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അടുത്ത് നിന്ന് കാണുകയാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചതെന്തെന്നറിയോ? ഉമ്മുക ഹയ്യാ, ഓ സഹോദരാ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ പൊന്നുമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, കതുമാത്തവര് മരിച്ചുപോയി, എന്റെ ഉമ്മ നാളുകളേറെയായി മരിച്ചിട്ട്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളെ പറയുകയാണ്, എന്നാൽ ഉമ്മ മരിച്ചുപോയെങ്കിൽ പൊന്നുമോനെ തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നീ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് നീ പശ്ചാത്തപിക്കുക. ആ സമയത്ത് ആ മനുഷ്യന് സന്തോഷത്തോടെ ഇറങ്ങി പോവുകയാ. ഇബ്നു യസാർ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യൻ പോയതിനു ശേഷം ഞാൻ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ ആ മനുഷ്യൻ ഒരു കൊലപാതകിയായിട്ട് ആദ്യം നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചതെന്തിനാ? അടിവരയിട്ട് കേൾക്കണേ സഹോദര, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പശ്ചാത്തപിക്കാൻ പറഞ്ഞതെന്തിനാ? ആ സമയത്താണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഇബ്നു യസാറിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദാ, ഉമ്മയോട് ഗുണം ചെയ്യുന്നതിനേക്കാ കരണീയമായ അഭികാമ്യമായ ഒരു അമലും എനിക്കറിയില്ല. ഉമ്മായോട് കരുണ കാണിക്കുന്നതിനേക്കാൾ ഒരു വലിയ നന്മ എനിക്കറിയില്ല. ആ മനുഷ്യൻ ചെയ്ത കൊടിയ പാപമാണ്, അതിന് പരിഹാരം ഉമ്മയോട് കാണിക്കേണ്ട കരുണയാണ്. ആ ഉമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് ആ ഉമ്മയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്. പക്ഷെ ഉമ്മ മരിച്ചില്ലേ, പിന്നെ തൗബയല്ലാതെ വേറെ വഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതാണ് യഹ്യാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറഞ്ഞത്, വബർറം ബിവാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത യഹ്യാ നബി അലൈഹിസ്സലാം വലം യകുന ജബ്ബാറൻ അസിയാ, അല്ലാഹുവിനോടും അടിമകളോടും ധിക്കാരം പ്രവർത്തിക്കുന്നവനായില്ല. ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇവിടെ നേരത്തെ പലരും പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഒരു വിവാഹത്തിന്റെ കഥ. ഞാൻ സ്ഥലം പറയുന്നില്ല, പേടിച്ചിട്ടല്ല. എന്തിനാണ് അതിനെപ്പറ്റി പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് അതിനെപ്പറ്റി പറഞ്ഞ് നമ്മളെ സമയം വെറുതെ കളയുക? വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറുപ്പക്കാര് അവര് കാണിച്ചു കൂട്ടുന്ന മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഞാൻ പറയുന്നത് എനിക്കറിയാം. ഈ വിഷയം നാളെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഈ വിഷയം ചർച്ചയാക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയം ഒരു അളവോളം ഇവിടത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി ആ നല്ല നിയത്തോടുകൂടി ഞാൻ പറയുമ്പോൾ, കല്ലെറിയാൻ ആളുകൾ ധാരാളം വരിവരിയായി നിൽക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ ചേർത്ത് പറയുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയെ കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തുപോയൊരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വിവിധ മഹല്ലുകളിലെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറിമാര് ഈ സദസ്സിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനമാണ്. അള്ളാഹുവിന്റെ പള്ളിയുടെ മസ്ജിദുകളുടെ പരിപാലനമാണ്. ആ പരിപാലന സമിതികളായി നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളികൾക്ക് ഇമാറത്തിലായി അതിന് പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ദമ്പതിമാരുടെ, പ്രത്യേകിച്ച് നവവരന്മാരുടെ വിവാഹ പേക്കൂട്ടുകൾക്കെതിരെ കടിഞ്ഞാണിടാൻ ആദ്യമായി ഈ വിഷയത്തിൽ ഒരു 90% കഴിയുന്നത് മഹല്ല് ഭാരവാഹികൾക്കാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യുന്ന കല്യാണങ്ങൾക്ക് കത്തുകൊടുക്കാതിരിക്കുക. ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾ നടത്തി തരില്ല എന്ന തീരുമാനം മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്ത് അവർ മിനിറ്റ്സിൽ എഴുതി വെക്കണം. പ്രത്യേക ബയലെ തിരുത്തി എഴുതിയിട്ട് അത് ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എഴുതി പിടിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹല്ല് സംവിധാനങ്ങൾക്ക് കഴിയും, 90% കഴിയും. പിന്നെ 10% അതാർക്കെന്ന് ഞാൻ പറഞ്ഞു തരാം. 90% കഴിയുന്നത് അവിടുത്തെ മഹല്ല് ഭാരവാഹികൾക്കാണ്. കണ്ടില്ലേ, വിവാഹത്തിന്റെ പേരിൽ ടിപ്പറിൽ കൊണ്ടുപോവുക, നഴ്സറി സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ മോഡലിൽ വരിക, എന്നിട്ട് മതത്തിന്റെ പരിവേഷം കെട്ടുക. ഇതാരെ കാണിക്കാനാണ്? ഇതാരോടുള്ള വെല്ലുവിളിയാണ്? ഇതാണോ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വൈവാഹിക ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളിലാണോ? എന്നിട്ട് പ്രായമുള്ള ഹിജാബും മഫ്തയും ഒക്കെ ധരിച്ച് പർദ്ദയൊക്കെ ഇട്ട ദീനീ ബോധമുള്ള മതബോധം തോന്നിപ്പിക്കുന്ന ഉമ്മമാര് പുതിയ പെണ്ണിനോട് പറയാണ്, നീയും കൂടെ ആടിക്കോടിയെന്ന്, നീയും കൂടെ ചാടിക്കോടിയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാര്, വാളുകൾക്ക് കുറവുണ്ടോ? ഒരു ഹൈന്ദവ സഹോദരന്റെ കുറിപ്പ് ഞാൻ വായിച്ചു. മദ്രസ വിദ്യാഭ്യാസമുള്ളത് ഹിന്ദുക്കൾക്കില്ല, അത് മുസ്ലിം സമുദായത്തിനാണ്. മതപ്രസംഗ വേദികളുള്ളത് ക്രൈസ്തവ സമുദായത്തിനോ ഹൈന്ദവ സമുദായത്തിനോ അല്ല, അത് ഇസ്ലാമിന്റെ മക്കൾക്കാണ്. പക്ഷേ വിവാഹത്തിന്റെ ആർഭാടവും ദൂർത്തും, വിവാഹത്തിന്റെ പേരിൽ മനുഷ്യന് പോലും ചെയ്യാൻ കഴിയാത്ത, മനുഷ്യനെ പോലും നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഈ സമുദായത്തിന്റെ മുസ്ലിമീങ്ങളാണ്, ഈ സമുദായത്തിന്റെ പ്രവർത്തകരാണ്. വളരെ സങ്കടം തോന്നുകയാണ്. ഇതിനെല്ലാം ഏതെങ്കിലും മഹല്ല് ഭാരവാഹികൾ അനുവാദം കൊടുത്തിട്ട്, ചിലര് ചോദിച്ചേക്കാം, ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കത്ത് കൊടുക്കുമ്പോ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന്. പക്ഷേ നിർബന്ധമായും അവരോട് പറയാം, ഇസ്ലാമിന് നിരക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഈ മഹല്ല് നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറയാൻ മഹല്ല് ഭാരവാഹികൾക്ക് ചങ്കൂറ്റമുണ്ടാകണം, അതിനുള്ള നട്ടെല്ലുണ്ടാകണം. അല്ലെങ്കിൽ ഇമാറത്തെന്ന സുന്ദരമായ പരിപാവനമായ ആ പദവി ഒഴിഞ്ഞിട്ട് അതിന് കഴിയുന്ന ചൊണക്കുട്ടികളായ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം. ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്, ഒരു കാരണവശാലും അനുവദിക്കരുത്. ഒരുപാട് മാറിപ്പോയി. എത്ര കോവിഡും പ്രളയവും എന്തൊക്കെ വന്നാലും പഠിക്കാത്ത ഒരു നാണം കെട്ട സമുദായത്തിന്റെ പ്രതിനിധികളായി പോയല്ലോ. സങ്കടം തോന്നുകയാ. ഇനി 10% കഴിയുന്നത് ആർക്കെന്നറിയോ? പള്ളിയിലെ ഇമാമിയങ്ങൾക്കാണ്, മഹല്ല് ഇമാമിയങ്ങൾക്കാണ്. ഞാനും ഒരു മഹല്ലത്തിലെ ഇമാമ. ഞാൻ പറയുന്നു, ശക്തമായി ജുമുഅ പ്രഭാഷണങ്ങളിൽ ഉണർത്തണം, കുടുംബ ക്ലാസുകളിൽ ഉണർത്തണം. ഞാൻ അങ്ങനത്തെ ഒരു നിക്കാഹിന് പങ്കെടുക്കൂല. ഏതെങ്കിലും ഒരു വിവാഹത്തിന് പോകുമ്പോൾ ഇതുപോലുള്ള പേക്കൂട്ടുകൾ കാണുന്നെങ്കിൽ ഞാനിതാ ഈ കാണുന്നത് എന്റെ രാജിയാണ് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹ പന്തലിൽ വെച്ച് രാജി എഴുതി കൊടുക്കാൻ ചങ്കൂട്ടവും നട്ടെല്ലും പണ്ഡിതന്മാരും കാണിക്കേണ്ട അവസാന നിമിഷമാണിത്. അവരെ കൊണ്ട് കഴിയും. ഒരു നാട് നന്നാകണമെങ്കിൽ 2 കൂട്ടം ആളുകൾ കരുതണം. ഒന്ന് അൽ ആലിം, ഒന്ന് ഉലമാ വൽ ഉമറാ. അവിടുത്തെ പരിപാലന സമിതി ഭാരവാഹികളടക്കമുള്ള അവിടുത്തെ ഉമറാക്കളും അവിടുത്തെ പണ്ഡിതന്മാരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി ഈ സമുദായം ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇതാണ്. അത് മറക്കരുത്. അതിന്റെ പേരിൽ പള്ളിയിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ വാ കീറിയത് അല്ലാഹു അല്ലേ? അല്ലാഹു നമ്മുടെ കാതും കണ്ണും വായും കീറിയിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ഭക്ഷണം തരും.
ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇസ്ലാമിക വിരുദ്ധ ശരീഅത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിവാഹത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഏത് വേദിയിലും ഒരു പരിപാലന സമിതിയും ഒരു പള്ളി ഇമാമും ആരും പങ്കാളികളാകരുത്. ആർഭാടമില്ലാത്ത ഇസ്ലാമിന്റെ തത്വസംഹിതയ്ക്ക് നിരക്കുന്ന ഇസ്ലാമിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ പങ്കാളികളാകാൻ പാടുള്ളൂ എന്ന ഒരു ഉറച്ച നിലപാട് മഹല്ല് സംവിധാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരേണ്ട അനിവാര്യ ഘട്ടമാണ്. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാപവും നമുക്ക് ചെയ്യേണ്ടി വരൂല. പാപം ചെയ്ത് വന്നവനോട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുക, ഉമ്മ ഉണ്ടോ? ഉമ്മയില്ല, മരിച്ചു. എന്നാ പിന്നെ തൗബ ചെയ്യും. അപ്പൊ ഉമ്മ ഉണ്ടെങ്കിലാ നീ ചെന്നിട്ട് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യും. അപ്പോ ഒരു തെറ്റും നിന്റെ ജീവിതത്തിൽ ഇനി വരില്ല. അപ്പൊ ഭൂമിയിൽ അള്ളാഹു ഉമ്മയെ സേവിക്കുന്നതിലൂടെ നമുക്ക് തരുന്ന രണ്ട് ഗുണങ്ങൾ എന്താ? ഒന്ന്, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടൂല, എവിടെയും നമ്മൾ നമ്പർ 1. രണ്ടാമത്തേത്, അള്ളാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള എല്ലാ ബാധ്യതകളും പാലിച്ച് തിന്മകൾ ചെയ്യാതെ നമുക്ക് മുന്നേറാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ വിഷയം? ഇനി നിങ്ങൾ കേട്ടോളി. സംസാരം പഠിപ്പിച്ചതാരാ? ഉമ്മയോട് മോശമായി സംസാരിക്കുന്ന മക്കളല്ലേ ഞാനും നിങ്ങളും. ചില ഘട്ടങ്ങളിലൊക്കെ ഉമ്മ കേട്ടോളീം, നമുക്കാരാ സംസാരം പഠിപ്പിച്ചത്? ആരാ നമുക്കത് കാക്കയാണ്? ഇത് തലയാണ് മോനെ, ഇത് കണ്ണാണ്, ഇത് മൂക്കാണ്, ഇത് വായയാണ്, ഇത് പല്ലാണ്, ഇത് നാവാണ്, ഇത് ചുണ്ടാണ്, ഇത് കൈയാണ്, ഇത് വിരലാണ്, ഇത് നഖമാണ്, ഇത് കാലാണ്, ഇത് വയറാണ് എന്ന് പറഞ്ഞ് ഓരോ അവയവങ്ങളെ പറ്റി പൊന്നുമോളെ പഠിപ്പിച്ചതാരാ? അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വായിക്കാൻ പഠിപ്പിച്ചതാരാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ? ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയുന്ന മക്കൾ, അക്ഷരം പഠിപ്പിച്ച, സംസാരിക്കാൻ പഠിപ്പിച്ച എന്റെ പൊന്നുമോന് വിക്കുണ്ടോ എന്ന് സംശയമുണ്ട് എന്നതിന്റെ പേരിൽ ആരൊക്കെയോ പറഞ്ഞ് ആയുർവേദ കടകളിൽ ചെന്ന്, ഷോപ്പിൽ ചെന്ന് വയമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് ആ വയമ്പും അതിമധുരവും കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് ഒരു ചെറിയ മരുന്നുണ്ടാക്കിയിട്ട് ആ വിരൽ കൊണ്ട് നിന്റെ നാവിലേക്ക് തൊട്ടുവെച്ച് നിന്റെ സംസാരം ക്ലിയറാക്കി തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ തെറി വിളിക്കുമ്പോൾ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ മോശമായ വാക്കുകൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് എന്തു പറയരുത്? ഉഫ്ഫിൻ. ഉഫ് ഐ മീൻ ഛെ. എന്താ ഉഫിന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ പറയാണ്, ഇതിൻ താഴ്ന്ന ഒരു വാക്ക് ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇതിനേക്കാൾ താഴ്ന്ന ഒരു വാക്ക് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഉമ്മയെ തെറി വിളിക്കരുതെന്നല്ല പറഞ്ഞത്, ഉമ്മയോട് മോശമായി വർത്തമാനം പറയരുത് എന്നല്ല പറഞ്ഞത്. ഉമ്മയോട് വാപ്പയോട് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്ന് പറഞ്ഞാൽ ഛേ എന്ന ഉറക്കെയുള്ള ശബ്ദമല്ല. പിന്നെ ഏത് വാക്കാണ്? നിങ്ങൾ ചെയ്യണ്ടായിരുന്നല്ല, നിങ്ങൾ ചെയ്യത്തെന്താ ഉമ്മ വാപ്പ, നിങ്ങളത് ചെയ്ത ശരിയായില്ലല്ലോ, മോശമായി പോയി, ഈ വാക്ക് നീ പറയരുത് എന്നാണ്. അല്ലാതെ ഉഫിൻ എന്ന് പറയുമ്പോൾ അപ്പിച്ചത്തിൽ എന്ന വാക്കല്ല, മറിച്ച് നിങ്ങൾ ചെയ്യണ്ടായിരുന്നല്ലോ, അത് മോശമായി പോയല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ കാണിച്ചത്, എന്താ വാപ്പങ്ങൾ ഇങ്ങനെ കാണിച്ചത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമായി പറയുന്നത്. നമ്മളൊക്കെ ദേഷ്യം വരുമ്പോ അമ്മയോട് നിങ്ങൾ എന്താ വേല കാണിച്ചത്, നിങ്ങൾ എന്താ അങ്ങനെ കാണിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയും. ആ ഒരു വാക്ക് പോലും നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, വാപ്പയുടെ മുഖത്ത് നോക്കി പറയരുത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാ. അതും അല്ലാഹുവിന്റെ വിധിയാണ്, അവന്റെ യഥാർത്ഥ വിധിയാണ്. ഒരാൾക്കും അപ്പീൽ പോകാൻ കഴിയാത്ത വിധിയാണ്.
മാതാപിതാക്കളോട് ഛേ എന്ന വാക്കുപോലും നീ പറയരുത് എന്ന് നിങ്ങൾക്കറിയോ? ഒരു കാര്യം കേട്ടോ, ഒരു ചരിത്രം കേട്ടോ. മഹാനായ ഇമാം ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സഹോദരങ്ങളെ, ബസറയിലെ വലിയ പണ്ഡിതനാണ്. ബസറ എന്ന നാട്ടിലെ വലിയ പണ്ഡിതനാണ് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു. ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, ഈ ഇബ്നു ഔൻ എന്ന് പറയുന്ന വലിയ മഹാൻ മാ റഅയ്തു മുസല്ലിയം മിസ്ലാ, അദ്ദേഹത്തോളം നമസ്കാരമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തോളം നമസ്കാരമുള്ള ഒരാളിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. മഹാനായ ഇബ്നു മുബാറക് തങ്ങളാണ് പറയുന്നത്, ഈ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനോളം നിസ്കാരമുള്ള, ഇത്രത്തോളം സുന്നത്ത് നിസ്കരിക്കുന്ന, ഇപ്പത്തോളം നമസ്കാരത്തിൽ കൃത്യത പുലർത്തുന്ന, ഇപ്പത്തോളം ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമ്മായ വിളിച്ചു. ഉമ്മി എന്ന് വിളിച്ചപ്പോൾ ആ ഉമ്മ ഉടനെ ഉമ്മ ഉത്തരം കൊടുക്കുകയാ. ഉമ്മ ഉടനെ വിളി കേട്ടു, മോനെ എന്താ? ഒരിക്കൽ ഉമ്മയാണ് ഉമ്മ വിളിച്ചു മോനെ മോനെ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെയാണ് വിളിക്കുന്നത്. ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്ന ബസറയിലെ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഇബ്നു മുബാറക് തങ്ങളുടെ വാക്ക് കടമെടുത്താൽ ഇപ്പത്തോളം സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഒരാളിനെ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല. ആ മഹാനായ ബസറയിലെ പണ്ഡിതനെ ഉമ്മ വിളിച്ചതെന്താണ്? പൊന്നുമോനെ ഇബ്നു ഔനേ. വിളിച്ച ഉമ്മാക്ക് മറുപടിയായി മഹാനായ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു. വിളി കേട്ടത് ഫഅലാ സൗതഹു സൗതഹാ, ഫഅലാ സൗതഹു സൗതഹാ. ഉമ്മയേക്കാൾ വലിയ ഉച്ചത്തിലാണ് മോൻ മറുപടി കൊടുത്തത്. ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിൽ മോന് മറുപടി കൊടുത്തു. ഇത് ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചില്ല. പടച്ചവനെ, ഞാൻ എന്തായി കാണിച്ചത്? എന്റെ ഉമ്മ എന്നെ വിളിച്ചത് പതിഞ്ഞ സ്വരത്തിലാണല്ലോ. ഞാൻ ഉമ്മാക്ക് വിളിക്കുത്തരം കൊടുത്തത്, ഉമ്മാക്ക് മറുപടി കൊടുത്തത് വലിയ ശബ്ദത്തിലാണല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ആ ഒരു ചിന്തയോടെ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ബോവിക്കാനത്തുകാരാ, എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ഇബ്നു ഔൻ എന്ന നമ്മുടെ നേതാവ് ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു പോയതിന്റെ പേരിൽ മഹാനവറുകൾ ബസറയിലെ വലിയ പണ്ഡിതനാണ്. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയോ? മഹാനവറുകൾ ചെയ്തത് ഓടി വന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് 2 അടിമകളെ വാങ്ങുകയാ. 2 അടിമകളെ വില കൊടുത്തിട്ട് വലിയ വില കൊടുക്കണം അടിമകളെ വാങ്ങാ. എന്നിട്ട് എന്റെ ഉമ്മ വിളിച്ചപ്പോൾ ആ മറുപടി കൊടുത്ത ശബ്ദമൊന്ന് ഉയർന്നു പോയതിന്റെ പേരിൽ 2 അടിമകളെ മോചിപ്പിക്കുകയാ. വില കൊടുത്തിട്ട് 2 അടിമകളെ മോചിപ്പിച്ചിട്ട് കഫാറത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, വാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് എന്തെല്ലാം പറയാറുണ്ട്. ഒരു ചെറിയ സംഭവം ഞാനൊന്ന് ഉണർത്തട്ടെ പ്രിയപ്പെട്ടവരെ. അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ ഒരു പള്ളിയുടെ മഖ്ബറയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു അസർ കഴിഞ്ഞ സമയമാണ്, ഒരു സായാഹ്നത്തിൽ ഞാൻ ഇങ്ങനെ പള്ളിയുടെ മഖ്ബറയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ഇതാ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊന്നും മായാവി കഥകളല്ല പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും സിനിമയുടെ തിരക്കഥകളോ നാടകത്തിന്റെ ഇതിവൃത്തങ്ങളോ സീരിയലിന്റെ ക്ലൈമാക്സുകളോ അല്ല. ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇന്നലകള് ഈ ലോകത്തിന് സമ്മാനിച്ച ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാൻ പറ്റുന്ന കാര്യമാ. അവ്വാം ഇബ്നു ഹൗസബ് റളിയല്ലാഹു തആല അൻഹു ഒരു മഖ്ബറയിലൂടെ അസ്ർ നമസ്കാരത്തിന് ശേഷം നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഖബറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഖബർ പിളർന്നിരിക്കുകയാ. ഖബറിനകത്ത് എന്താണെന്നറിയാൻ തലയിട്ടൊന്ന് നോക്കുമ്പോൾ
അതിനകത്തൊരു മനുഷ്യനിരിക്കുകയാ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? ജസദുഹു ജസദുൽ ഇൻസാൻ, മനുഷ്യ ശരീരമാണ്. റഅസുഹു റഅസുൽ ഹിമാർ, തല കഴുതയെ പോലെ ഇരിക്കുകയാ. കഴുത തലയുള്ള ഒരു മനുഷ്യന്റെ കോലമാ ഖബറിനകത്ത് കണ്ടു. അത്ഭുതപ്പെട്ടുകൊണ്ട് അവ്വാം ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു പേടിച്ചു നിൽക്കുമ്പോൾ അതുവഴി ഒരു സ്ത്രീ പോവുകയാണ്. ആ സ്ത്രീ ഇതെല്ലാം പലപ്പോഴും കാണുന്നവളായിരിക്കാം. അതുകൊണ്ട് ഭയമില്ല, അതുകൊണ്ട് സംഭീതയായില്ല, അതുകൊണ്ട് പരിഭ്രമചിത്തയായില്ല, അതുകൊണ്ട് വിഷാദ വിഷണ്ണയായില്ല, അതുകൊണ്ട് വ്യാകുല വിഹ്വലയായില്ല. ആ പെങ്ങൾ അവ്വാം ഇബ്നു ഹൗശമിനോട് ചോദിക്കുകയാ, നിങ്ങൾ ഭയന്നു പോയോ? എന്താ സംഭവമെന്ന് നിങ്ങൾക്കറിയോ? ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനൊരു മദ്യപാനിയാണ്. ഈ മനുഷ്യൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് എന്നും പ്രശ്നമുണ്ടാക്കുന്നവനാ, ഉമ്മയോട് മോശമായി പറയുന്നവനാ. അപ്പോഴൊക്കെ ഉമ്മ അവനെ വിളിച്ചിട്ട് പറയും, പൊന്നുമോനെ നീ മദ്യപിക്കല്ലേടാ, നീ കള്ളു കുടിക്കല്ലേടാ, നീ ഒരിക്കലും ഇങ്ങനെ വൃത്തികേടുകളെ ചെയ്യല്ലേടാ. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ഉമ്മയോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ഇന്നമാ തൻഹകീന കമാ യൻഹകുൽ ഹിമാർ. തള്ളേ, കഴുത കിടന്ന് വിളിക്കും പോലെ വിളിക്കല്ല തള്ളേ. ചിലര് പറയുമല്ലോ, പ്രിയപ്പെട്ടവരെ, ഉമ്മ നിങ്ങൾ കഴുത വിളിക്കും പോലെ എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ കഴുതയുടെ പോലെ കിടന്ന് കരയുന്നത് എന്തിനാ എന്ന് ഉമ്മയോട് ചോദിച്ച പൊന്നുമോൻ ഒരു അസർ നമസ്കാരത്തിന് ശേഷമാണ് മരിക്കുന്നത്. അസർ കഴിഞ്ഞ് മഗ്രിബിനിടയിലാണ് അവൻ മരിക്കുന്നത്. ആ മരിച്ച നാള് മുതൽ ആ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ച കഴുത എന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് ഉമ്മാക്ക് ദേഷ്യം വന്നു. ആ വാക്ക് ഉമ്മാടെ മനസ്സ് വേദനിച്ചു. ഈ മനുഷ്യൻ അസർ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അന്ന് മുതൽ എല്ലാ അസർ നിസ്കാരം കഴിയുമ്പോൾ ആ ഖബറിങ്ങനെ പിളരാറുണ്ട്. അതിനകത്ത് ആ മോൻ കിടന്ന് വിളിക്കാറുണ്ട്. 3 പ്രാവശ്യം കഴുതയുടെ ശബ്ദമാ. നോക്കുമ്പോൾ കഴുതയുടെ മുഖമുണ്ട്, മനുഷ്യ ശരീരമാ. എന്നിട്ട് ആ ഖബർ പഴയതുപോലെ ആകുന്നു. ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ ഉപദേശിക്കുമ്പോ, മോനെ നല്ലതുപോലെ പഠിക്കടാന്ന് പറയുമ്പോ, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിക്കൂടെ? അല്ലെങ്കിൽ മോനെ നീ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ലടാ. അപ്പ ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട്, ഉമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിക്കൂടെ? വാപ്പാ വാപ്പാടെ ജോലി നോക്കിക്കൂടെ? എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന തണ്ടിയും തടിയും വന്നപ്പോ, ചോരയും നീരും വന്നപ്പോ, പൊന്നുമോനെ നിനക്ക് പറയാൻ തോന്നിയല്ലോ. ആരോടാടാ നീ സംസാരിച്ചത്? ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് നീ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തൂടെ എന്ന് ചോദിച്ചത്? അന്ന് അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീ എന്ന് പറയുന്നവൻ ഉണ്ടാകൂലല്ലോ. പക്ഷെ അവര് നിന്നെ പൊന്നുപോലെ വളർത്തിയതല്ലേ. ഗർഭിണിയായ ഒരു പെണ്ണിനോട് ചോദിച്ചു നോക്ക്, അവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി പീരീഡിലുണ്ടല്ലോ, അവളുടെ ഡെലിവറി നടക്കുന്നത് വരെ ഒരു പനി വന്നാലും അവള് ചുക്ക് കാപ്പി കുടിച്ചിട്ട്, അവൾ ആവി പിടിച്ചിട്ട്, അവൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മരുന്ന് പുരട്ടിയിട്ട് അവളെ ഗുളിക കഴിക്കാതെ സൂക്ഷിക്കുന്നവളാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്ക് വല്ലാത്ത പെയിൻ ഉണ്ട്, എന്റെ ബോഡി വല്ലാത്ത പെയിനാണ്. പക്ഷെ ഞാനെങ്ങാനും ടാബ്ലറ്റ് കഴിച്ചാൽ, മെഡിസിൻ കൂടുതൽ കഴിച്ചാൽ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വൈകല്യം വരുവോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം വരുവോ എന്ന് ഭയന്നുകൊണ്ട് എത്രയോ ഗർഭിണികളായ പെണ്ണുങ്ങൾ, എത്രയോ ഗർഭവതികളായ സഹോദരിമാര് വല്ലാതെ രോഗം വന്നാലും മരുന്ന് കഴിക്കാറ് അതും കൊണ്ടിങ്ങനെ നടക്കുമെന്നറിയോ? അവർക്കൊരു സ്കാൻ ചെയ്യാനും പേടിയാ. അവർക്ക് അവരുടെ വയറ് പരിശോധിക്കാൻ തന്നെ പേടിയാ. അവരൊരു ഒരു വലിയ ചാല് കടന്നു പോകൂല, അവരൊരു വലിയ സ്റ്റെപ്പ് കയറൂല, അവര് പിന്നെ വലിയ ബസ്സുകളിലൊന്നും കയറൂല, കട്ടറുള്ള റോഡുകളിലൂടെ അവര് യാത്ര പോകൂല. അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? അവരൊരു കല്യാണത്തിന് പോകൂല, മരണ വീട്ടിൽ പോകൂല, ഷോപ്പിങ്ങിന് പോകൂല, നോമ്പ് പിടിക്കൂല, അവർക്ക് കുനിഞ്ഞു സുജൂദ് ചെയ്യാൻ പറ്റൂല. അവര് ചിന്തിക്കുന്നത്, റബ്ബേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെന്തെങ്കിലും ബാധിക്കുമോ? ആ പേടിയോടെ
നൊന്ത് പ്രസവിച്ച നിങ്ങളെയല്ലേ പൊന്നു ചെറുപ്പക്കാരാ. ഇന്നലെയും നീ എത്രയോ പ്രാവശ്യം നിന്റെ ഉമ്മയോട് കയറിട്ടിട്ടുണ്ട്. ഇന്ന് വരുമ്പോഴും ഉമ്മയോട് വാപ്പയോട് കയറിട്ടിട്ടുണ്ടാവൂലേ? എന്നാ നിങ്ങൾക്കറിയോ, ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പൊന്നുമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. ചോദിച്ചു ശിഷ്യന്മാരിൽ ഒരാള്, നിങ്ങളെന്തേ ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത്? ഹസൻ ബസരി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ ഉമ്മ ഭക്ഷണത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ആഗ്രഹിച്ചെന്നിരിക്കും, അത് കഴിച്ചെങ്കിൽ കൊള്ളാമെന്ന്. ആ സമയത്ത് ഞാൻ അറിയൂലല്ലോ, അത് ഞാനെടുത്തറിയാതെ കഴിച്ചു പോയാലോ? എന്റെ ഉമ്മ ആഗ്രഹിച്ചത് എന്റെ ഉമ്മാക്ക് കിട്ടാറ് അത് ഞാനെടുത്തങ്ങ് തിന്നാലോ? അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് ഉമ്മ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഇരിക്കൂല. കാരണം എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടത് ഞാൻ അറിയാതെ എടുത്തങ്ങ് തിന്നുപോയാലോ? ഇത് പറഞ്ഞതാരാണ്? ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് മാതൃകയാരാ? ഉമ്മാനെ പടിയടച്ച് പിണ്ടം വെക്കാ, ഉമ്മായ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും ഒത്താശകൾ ചെയ്തു കൊടുത്ത് ഒരു സന്ദേശത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സിനിമക്കാരെയല്ല മാതാവിനെ തല്ലി പുറത്താക്കാ, എന്നിട്ട് കരയുന്ന കണ്ണുനീർ തുള്ളികള് അടുത്ത ആഴ്ചത്തെ സീരിയലിൽ ബാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് ഇട്ടിട്ട് മുസ്ലിം പെണ്ണുങ്ങളെ വഴിതെറ്റിക്കുന്ന സീരിയൽ സംവിധാനങ്ങളുടെ നടീനടന്മാരല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരല്ല. ഇന്നും നമ്മൾ കൊണ്ടാടി ആഘോഷിച്ചല്ലോ അർജന്റീനയിലെയും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെയും കളിക്കാര്, ഫുട്ബോളിന്റെ കളിക്കാര്, അവരുമ്മയെ കെട്ടിപ്പിടിച്ചത് നമ്മൾ വികാരത്തോടെ കണ്ടല്ലോ. അവർക്ക് കാമുകന്മാരായിരുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് കാമുകിമാരായിരുന്നില്ല. കാമുകിമാരെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തുകൊണ്ടായിരുന്നില്ല കളിക്കളത്തിൽ അവരുടെ വികാരം പ്രകടമാക്കിയത്. ജന്മം നൽകിയ ഉമ്മ ഓടി വരുന്നു, ആ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹം പകുത്തുവെക്കുന്ന പൊന്നുമക്കളെ നമ്മൾ കണ്ടല്ലോ. നമുക്ക് മാതൃക അവരാകാ ചില കാര്യങ്ങളിൽ, പക്ഷേ എന്നാ നമുക്ക് മാതൃക മറ്റുള്ളവരാ, നമ്മുടെ സലഫ് സാലിഹീങ്ങളാ. അറിയുമോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ മാറ്റി വെച്ചുകൊണ്ട് എന്ത് ഇസ്ലാമാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ ഒരു സഹാബി കൂടെ വരാറുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മയോട് സലാം പറഞ്ഞിട്ട് പറയുമായിരുന്നു, റഹിമകില്ലാ കമാ റബ്ബൈതനീ സഗീറാ. പൊന്നുമ്മച്ചിയേ, എന്റെ ഉമ്മ, നിങ്ങൾ എന്നെ ചെറിയ പ്രായത്തിൽ വളർത്തിയതുപോലെ അല്ല നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഉമ്മ അകത്ത് നിന്ന് സലാം അടക്കിയിട്ട് പറയുന്നത്, അന്ത റഹിമകല്ലാ കമാ ബർറത്നീ കബീറാ. പൊന്നുമോനെ, നിനക്കുമല്ല റഹ്മത്ത് ചൊരിയട്ടടാ. വലുതായപ്പോൾ എനിക്ക് നീ ഗുണം ചെയ്തതുപോലെ അല്ല നിനക്കും റഹ്മത്ത് ചൊരിയട്ടെ. നോക്കണേ, ഒരു ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹമതാ. നമുക്ക് മാതൃക അവരാ. വീട്ടിൽ സലാം ചൊല്ലി കയറുമ്പോൾ, ഉമ്മ, നിങ്ങൾക്ക് റബ്ബ് കരുണ ചൊരിയട്ടെ, നിങ്ങൾ എന്നെ ചെറുതിലെ നല്ലതുപോലെ നോക്കിയല്ലോ. ഉമ്മ പറയുന്നു, മോനെ, നിനക്കും അല്ലാഹു കരുണ ചൊരിയട്ടടാ. വലുതായപ്പോ നീയും എന്നെ നോക്കുന്നില്ലേടാ. എത്ര നല്ല കുടുംബമാണ്, എത്ര നല്ല സ്നേഹമാണ്. ഇനി മറ്റൊരു സഹാബിയെ ഞാൻ പറഞ്ഞു തരാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിക്കാൻ ഉമ്മാക്ക് എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്നപ്പോ സുബ്ഹാനല്ലാഹ്
ആ പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. ഉമ്മ ഉറങ്ങിപ്പോയി. എന്റെ ഉമ്മ ദാഹിച്ചാലോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ ഉമ്മ വെള്ളം അന്വേഷിച്ചാലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്ന് ഇരിക്കുക പോലും ചെയ്തില്ല. ഉമ്മാടെ അടുത്ത് തന്നെ വെള്ളപാത്രവുമായിട്ട് നിൽക്കുകയാ. ഉമ്മ എപ്പോഴാണോ ഉണരുന്നത് ആ സമയത്ത് ഉമ്മാക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളപാത്രവും പാനപാത്രവും പിടിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉമ്മാന്റെ അടുത്ത് നിന്നല്ലേ ചരിത്രമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടമകളും കടപ്പാടും നമ്മളെ മറക്കാൻ പാടില്ല. ഉമ്മയെ പൊന്നു പോലെ നോക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റി അനുഗ്രഹിക്കട്ടെ. ഇനി അരമണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാം തീരും. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല. ഒരാളും പോകരുത്. നമ്മുടെ കടപ്പാടിന്റെ ഏറ്റവും വലിയൊരു പാരമ്യത. നമ്മൾ ചിലരൊക്കെ പറയുമല്ലോ, ഞാൻ അത് ചെയ്തു കൊടുത്തില്ലേ ഉസ്താദ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുത്തു. കേട്ടോ, ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുത്തു, ഒരു സെർവന്റിനെ വെച്ചു കൊടുത്തു, ഇഷ്ടം പോലെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, ഉമ്മാക്ക് തുണി ഇഷ്ടം പോലെ കൊടുക്കുന്നു, പർദ്ദ ഇതെല്ലാം കൊടുക്കുന്നു. പോരെ? മതിയോ? കേട്ടോ, ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. ഉമ്മാക്ക് അത് ചെയ്ത്, എടോ ഉമ്മാക്ക് വിമാനം വാങ്ങിക്കൊടുത്താൽ നിന്റെ കടപ്പാട് തീരുവോ? ഉമ്മാക്ക് നീ പേഴ്സണലായിട്ട് യാത്ര ചെയ്യാൻ ഒരു ഫ്ലൈറ്റ് നീ വാങ്ങിക്കൊടുത്തു, നിന്റെ ഉമ്മാടുള്ള കടപ്പാട് നിനക്ക് തീരുവോ? ആലോചിച്ച് നോക്കിയാൽ മതി. വീട്ടിൽ ചെന്ന് കിടന്നിട്ട് ആലോചിക്ക്. എന്നിട്ട് നേരം വിളിക്കുമ്പോൾ വണ്ടി എടുക്കണം, പോകണം. ഉമ്മ എവിടാ ഉള്ളത് അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.